ഒരുപാട് സമരങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നടന്നൊരു സമരവും ആ സമരത്തിനെതിരെ റിയാക്ട് ചെയ്ത ഒരു ആളും ഒരു സ്ത്രീയും ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ആ വീഡിയോ ജസ്റ്റ് ഇവിടെ വെക്കുന്നുണ്ട്, ബാക്കി നമുക്ക് പിന്നെ പറയാം. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ നേരായ രീതിയിൽ എനിക്ക് പറയാനുള്ള ഒരു അപേക്ഷയുണ്ട്. ഈ അന്ന് സ്കൂൾ കുട്ടികൾ പോകുന്നതാണ്, പോലീസ് ആൾക്കാരും എല്ലാവരും ഉണ്ട്. അപ്പൊ മീഡിയയുടെ മുന്നിൽ ഷോ കാണിക്കാൻ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായിക്കോട്ടെ ഒരു നിയമവും നീതിയുണ്ട്. ഈ പൊതുജനങ്ങൾക്ക് പോകുമ്പോൾ ഇതുപോലുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്തുമ്പോൾ അതിന് ശക്തമായ പ്രതിഷേധം പറ്റി അവർ നടപടി തന്നെ എടുക്കാം. GCB ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിയമമായിട്ടുള്ള രീതി. അതായത് കോൺഗ്രസ്സുകാരുടെ ഒരു റോഡ് നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമരം, വാഴയൊക്കെ കുഴിച്ചിട്ടുള്ള ഒരു സമരമാണ്. അപ്പൊ ആ സമരത്തിൽ സ്ത്രീ വരുന്നു, വാഴയൊക്കെ വലിച്ചു വാരി പുറത്തിടുന്നു, പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു സമരത്തിനെ നേരിടുന്നത്. എനിക്ക് തോന്നുന്നത് സ്ത്രീയുടെ ഭാഗത്താണ് തെറ്റ്. അവിടെ റോഡ് നന്നാക്കുക എന്നുള്ളത് ജനങ്ങളുടെ ആവശ്യമാണ്. അപ്പൊ ഒരു സമരം ചെയ്യുമ്പോൾ ഈ ആരാണോ റോഡ് നന്നാക്കേണ്ടത് ആള്, അത് ചിലപ്പോൾ പഞ്ചായത്ത് റോഡാവാം, അല്ലെങ്കിൽ എന്താ പറയാ സംസ്ഥാന പാത PWD റോഡാവാം, ആരുടെ റോഡാണെങ്കിലും ആരാണോ അത് നന്നാക്കേണ്ടത് ആ നന്നാക്കേണ്ട ആളിലേക്ക് അത് ഒരു എന്താ പറയാ കുറച്ച് എന്താ പറയാ സീരിയസ്നെസ്സോട് കൂടി അവിടെ എത്തണം. ഇത് നന്നാക്കിയില്ലെങ്കിൽ പ്രശ്നമാണ്, പെട്ടെന്ന് നന്നാക്കണം എന്നുള്ള രീതിയിൽ ആ സമരം അവിടെ എത്തണം. വിജയിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ പൊതുജനങ്ങൾ ബുദ്ധിമുട്ടിയാലേ നടക്കുള്ളൂ. അല്ലാതെ അവനാന്റെ വീട്ടിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കാര്യമില്ല. പിന്നെ ഇവിടെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം തോന്നിയത്, മൂപ്പര് പറയുന്നത് വെച്ചാൽ 10 മണിക്ക് ശേഷം നടത്താനാണ്. അതായത് 10 മണി വരെ സ്കൂളും അതായത് ആരോ ജോലിക്കാരൊക്കെ പോകുന്ന സമയമാണെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ രാത്രി 12 മണിക്ക് നടത്തിയാൽ പോലെ. അപ്പൊ ആകെ 1-2 വണ്ടി വരുള്ളൂ, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പൊ സമരം നടത്തുന്നത് പീക്ക് ടൈമിൽ തന്നെ ആവണം എന്റെ അഭിപ്രായത്തിൽ. റോഡ് നന്നാക്കാൻ റോഡ് ഉപരോധിക്കണം, അതാണ് റോഡ് നന്നാക്കുന്ന സമരം. റോഡ് ഉപരോധിക്കൽ തന്നെയാണ് റോഡ് നന്നാക്കുന്ന സമരം. അല്ലാതെ നമ്മൾ ഓരോ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടൊന്നും കാര്യമില്ല. അപ്പൊ അങ്ങനെയൊക്കെ തന്നെ നന്നാക്കാൻ പറ്റുള്ളൂ. നന്നാക്കുമോ ഇല്ലയോ എന്നുള്ള വേറെ കാര്യം. അപ്പൊ സമരങ്ങൾ ഈ മുമ്പ് ഉണ്ടായിട്ടുണ്ട്, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്, അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്, നാളെ ഉണ്ടാവും. അപ്പൊ അതിനെ ആ ഒരു നിലവാരത്തിൽ തന്നെ കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ എനിക്ക് തോന്നുന്ന കാര്യം എന്താ വെച്ചാല് 2 രീതിയിൽ നമ്മൾ ഇതിനെ കാണണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന്, ഇങ്ങനെ ഒരു സമരം നടത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ അത് പീക്ക് ടൈമിൽ നടത്തി ഈ പോകുന്ന ആളുകൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എല്ലാവരും ഇതിൽ ഇറങ്ങുള്ളൂ. ഇപ്പൊ റോഡുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വൻ ഷോക്കാണ്. എല്ലാ സ്ഥലവും നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവിടെ ചുങ്കത്തറയിൽ വെച്ചിട്ട്. അതായത് മിക്ക സ്ഥലങ്ങളിലും ഒരു ഇത് അനുഭവപ്പെടുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ വണ്ടൂര് കഴിഞ്ഞാണ് പോയി നമ്മുടെ ഏരിയ ചുങ്കത്തറ. റോഡുകൾ പരമാവധി പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് ഒരു ജനറലൈസ് ചെയ്ത് പറയുന്നതോട് എനിക്ക് ജനറലൈസ് ചെയ്ത് പറയുന്നതോട് ഉദ്ദേശിക്കണം എന്താ വെച്ചാൽ ഒരു സ്ഥലത്ത് റോഡ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ശരി കിട്ടാൻ നല്ല പണം, അതിലേക്ക് അവർ മൈൻഡ് ചെയ്യണില്ല. അപ്പൊ അങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലത്ത് ജനങ്ങൾ എന്താ വെച്ചാൽ ഇത് മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ എല്ലാവരും മൈൻഡ് ചെയ്യാതെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള സമരങ്ങളും കാര്യങ്ങളും വരുമ്പോഴാണ് നമ്മുടെ നാട്ടിലുണ്ട്, നമ്മളെ ചെയ്തിട്ടുണ്ട്. അതെ, ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള സംഭവങ്ങളും സമരങ്ങളും ഉണ്ടായി ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട് നേരിടുമ്പോഴാണ് ശ്രദ്ധിക്കുക പോലും ചെയ്യണത്. ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ട് ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ എല്ലാവരും അവനവന്റെ തിരക്കിൽ പോകുന്ന ആരും മൈൻഡ് ചെയ്യണ അവസ്ഥ ഉണ്ട്. അപ്പൊ ഈ സമരം കറക്റ്റ് ആണ്. പക്ഷെ ഈ ചേച്ചി പറഞ്ഞെടുത്തുള്ള ഈ ഷോ ചെയ്യാണെന്നൊക്കെ ഇപ്പൊ ചേച്ചി പറഞ്ഞതിനോട് നമ്മൾ താല്പര്യമില്ല. കാരണം ചേച്ചിയും അവിടെ ഷോ ആണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ചേച്ചി പറയുന്നത് സപ്പോർട്ട് ചെയ്യണം തോന്നുന്ന ഒരു സ്ഥലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. 4 വാർത്തയിൽ വരും, കുറച്ച് സ്റ്റാറ്റസുകൾ പോകും. അത് ആ നടത്തിയിട്ടുള്ള പാർട്ടിക്കാർ വലിയ സംഭവമായിട്ട് വിളിച്ചു പറയുന്നല്ലാതെ ഒരു മണ്ണാങ്കട്ടി നടക്കുന്നില്ല. പണ്ടത്തെ സമരങ്ങളല്ല പറഞ്ഞത്, പണ്ട് സമരങ്ങൾ ഉണ്ടായിരുന്നു, മാന്യമായ രീതിയിലുള്ള സമരമുറകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരുപാട് തീരുമാനങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഒന്നും നടക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് ഇതൊരു മടുപ്പായിട്ടുണ്ട്. കാരണം കുറെ നമ്മുടെ സ്ഥിരമുള്ള ജനജീവിതത്തിനെ തടസ്സപ്പെടുത്തുക എന്നല്ലാതെ അപ്പുറത്തേക്ക് ഇവര് കുറെ ഡയലോഗ് അടിക്കും, കുറെ വാർത്തകൾ പറയും, ഓരോ പാർട്ടിനെ പോക്കാൻ നോക്കിയാൽ അതിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കുന്നില്ല. ആ സമയത്ത് സാധാരണ ഒരു ജനത്തിന് ഉണ്ടാകുന്ന വികാരം അതിവിടെ ചേച്ചി കുറച്ച് ഷോ ആയിട്ട് ചെയ്തു എന്നുള്ളത് സത്യമാണ്. അപ്പൊ ആ രീതിയിലും വേണം കാണുക. അവിടെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താമായിരുന്നു. പ്രതിഷേധം രേഖപ്പെടുത്താൻ വേറൊരു കാര്യമുണ്ട്. പക്ഷെ അവിടെ വായക വലിച്ചു വാരിട്ട് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോ സമരക്കാർ നടത്തിയപ്പോ നമ്മൾ പറഞ്ഞില്ലേ പീക്ക് ടൈമിൽ എല്ലാവരും ബുദ്ധിമുട്ട് ചെയ്തപ്പോഴാണ് ശ്രദ്ധിച്ചതെന്ന്. ഇവിടെ ചേച്ചി വെറുതെ അവിടെ പോയിട്ട് ഓരോട് എതിർപ്പ് പറഞ്ഞിട്ട് എന്താ ആരറിയാൻ? ഈ വാഴ വിതരണോട് ന്യൂസായി. ചേച്ചിന്റെ ഉദ്ദേശം അതല്ലല്ലോ.
ചേച്ചിന്റെ ഉദ്ദേശം എന്താണ്? ജനങ്ങൾക്ക് ഇത് പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അത് എല്ലാവരിലേക്ക് എത്തിക്കണ്ടേ? ചേച്ചി അവരോട് പറയും, എവിടെ പറയും? ഒരു വാട്സപ്പില് പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഞാനൊരു സമരം ചെയ്യുമ്പോൾ ആ സമരം ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ട്. അപ്പൊ ഞാൻ അവിടെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റാനുള്ള അവകാശം, സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷെ ജനങ്ങളുടെ തടസ്സം വെച്ചിട്ട് ഒരു സ്വാതന്ത്ര്യവും ഇല്ല. ഇപ്പോൾ ചെയ്യുന്ന സ്വാതന്ത്ര്യത്തിന് എതിരാണ്. ഒരാളെങ്കിലും എതിർത്ത് പറഞ്ഞാൽ അതാണ് ന്യായം. ഇപ്പം വയനാട്ടിലൊക്കെ ഈ എന്താ പറയാ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരണപ്പെടുമ്പോ ആ ബോഡി വെച്ചിട്ട് റോഡ് ഉപരോധിച്ച് സമരം നടന്നിട്ടുണ്ട്. അതൊക്കെ ജനങ്ങളാണ്. അപ്പൊ പൊതുജനങ്ങളുടെ ആവശ്യം നിറവേറ്റണമെന്നുണ്ടെങ്കിൽ സ്തംഭിപ്പിച്ചുള്ള സമരങ്ങൾ തന്നെ നടക്കും. കമ്പയർ ചെയ്യണം. അതന്നെ. ജീവൻ അപകടം വരാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പൊ ഡൽഹിയിലെ കർഷക സമരം എങ്ങനെയായിരുന്നു? ഡൽഹിയെ പൂർണ്ണമായിട്ട് ഇന്ത്യ മൊത്തം സ്തംഭിപ്പിക്കുന്ന രീതിയിലാണ് ഡൽഹിയിൽ റിസൾട്ട് ആയിട്ടുണ്ട്. അത് ഒരുപാട് ജീവിതങ്ങൾ പട്ടിണിയായി അവർക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരെയും അവർ അത്രയും നീതികേടും സംഭവിച്ചപ്പോഴുള്ള കാര്യങ്ങളായിട്ട് ഇത് ഞാൻ പറയരുത്. പക്ഷെ ഇവിടെ വരുമ്പോ ഞാൻ പറയുന്നത് സമരം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ആവശ്യം. അതെ, അതിനിങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ. പക്ഷെ അവിടെ ഉള്ളൊരു പോയിന്റ് ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലുള്ള സംഭവം നടന്നിട്ട് എന്ത് മാറ്റം വന്നു, പല സ്ഥലത്തും ഇങ്ങനെ റോഡുമായി ബന്ധപ്പെട്ട സമരങ്ങൾ നടക്കുകയും ടാറിങ് നടക്കുകയും പ്രതിഷേധങ്ങൾ ഇപ്പൊ പെരിന്തൽമണ്ണ ഭാഗത്തൊക്കെ അത് വലിയ വിഷയമായിട്ട് ചർച്ച നടത്തിയതാണ്. ഇപ്പൊ നമ്മുടെ റോഡിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ പല സാമ്പത്തികമായിട്ടുള്ള ഫണ്ട് ആദ്യം പ്രഖ്യാപിക്കുകയും പിന്നെ അത് എന്താ പ്രശ്നങ്ങളായിട്ട് അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അത് ചർച്ചയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാനിവിടെ പൂർണ്ണമായിട്ടും ഈ കോൺഗ്രസ്സുകാരെ സപ്പോർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സമരം ആവശ്യമാണ്. അത് ഇന്നാണെങ്കിലും നാളെ ആയാലും സമരങ്ങളിലൂടെ തന്നെയാണ് നവോത്ഥാനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിന്റെ റോഡാണെങ്കിലും എന്തെങ്കിലും എന്താ പറയാ തെറ്റിപ്പോ നമ്മള് പൗരത്വ ബില്ല് വന്ന സമയത്ത് എന്തായിരുന്നു, റോഡുകളൊക്കെ ഉപരോധിച്ച് പൂർണ്ണമായി മണിക്കൂറുകൾ യാത്ര സംഭവിപ്പിച്ചില്ലേ? അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെയാണ് സമരങ്ങൾ ചെയ്യുക. അല്ല, സമരങ്ങളും സമരമുറകളും നല്ല രീതിയിൽ തന്നെയാണെങ്കിൽ അത് കോൺഗ്രസ് നല്ല ഏത് പാർട്ടി നടത്തി കഴിഞ്ഞാൽ അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഇവിടെ ഞാൻ എപ്പോഴും പറയണത്, ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തീരുമാനം ഉണ്ടാകുമ്പോഴാണ് ജനങ്ങൾക്ക് ഒരു വിശ്വാസം വരുന്നത്. അതല്ലാതെ യാത്രകളും മറ്റു കാര്യങ്ങളും ബുദ്ധിമുട്ടുമ്പോൾ ഈ പറഞ്ഞ പോലെ സ്കൂൾ ടൈമിൽ ചിലപ്പോൾ ആ ചേച്ചിന്റെ സ്കൂളിൽ കുട്ടിനെ കൊണ്ടാക്കുമ്പോൾ നമുക്കറിയില്ല, ടൈം ലേറ്റ് ആകുമ്പോൾ അത് ബുദ്ധിമുട്ടായത് പലപ്പോഴും. ഇപ്പൊ ഒന്നും വേണ്ട, ഇപ്പോ ഈ സമരം മാറി നിൽക്കട്ടെ, ഈ റോഡിലൂടെ ഉള്ള പാർട്ടിക്കാരുടെ പല കാര്യങ്ങളും ഒന്നും വേണ്ട. ഇവിടെ ഒരു ഇലക്ഷൻ വന്ന സമയത്തുള്ള പ്രശ്നം, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് സ്വാഭാവികം അല്ല, ഞാൻ കണ്ടിത് പറഞ്ഞെന്താ വെച്ചാല് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാണ് പാർട്ടികളെ കൊണ്ട്. സോ അവിടെ പാർട്ടിയോട് വരുന്നൊരു വെറുപ്പുണ്ടാവും അവർക്ക്. നേരെ മറിച്ച് ജനങ്ങളെല്ലാം കൂടെ തീരുമാനിച്ച സമയത്ത് നടത്താണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഇതൊരു പാർട്ടിയാണ് ചെയ്യുമ്പോൾ ഇവരെ കൊണ്ടൊന്നും ഗുണമില്ലെന്നുള്ള വിശ്വാസത്തിലേക്ക് ആളുകൾ പോവാണ്. ഇവിടെ സമരങ്ങളെ ആഭാസങ്ങളായി മാറാറുണ്ട്, വെറുതെ ഒരു അത്തരത്തിരിപ്പിക്കാൻ വേണ്ടി, അവിടെയൊക്കെയാണ് പ്രശ്നം വരുന്നതാണ് പറയുന്നത്. പക്ഷെ അത് എല്ലാത്തിനും അങ്ങനെ കാണാൻ പാടില്ല. അതാണ് പറഞ്ഞത്, നമ്മള് ഒരു സ്പേസ് കൊടുത്തേ പറ്റുള്ളൂ. ഈ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ ആളുകൾക്ക് സമൂഹത്തിൽ ആവശ്യമുള്ളതാണ്. ഇപ്പൊ ഒന്നും വേണ്ട. അപ്പൊ നമ്മുടെ നാട്ടിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ ആദ്യം കൊടി പിടിച്ചു വരുന്നത് രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കും. അതിനിപ്പോ ഏത് പാർട്ടിയാണെങ്കിലും. അല്ലാതെ പൊതുജനങ്ങൾക്ക് പെട്ടെന്ന് ഇറങ്ങുന്നവരുണ്ട്. പക്ഷെ എത്രത്തോളം അവർക്ക് ഇൻവോൾവ്മെന്റ് ചെയ്യാൻ പറ്റും സാധ്യതകൾ കുറവ് തന്നെയാണ്. കാരണം പാർട്ടിക്കാരെന്ന് പറയുമ്പോൾ അവർ അതിനായിട്ട് ഇറങ്ങി നടക്കുന്ന കുറെ പൊളിറ്റീഷ്യൻസ് ബന്ധപ്പെട്ട് അറിയുന്ന ആളുകളും ചെയ്ത് പരിചയമുള്ള ആളുകളായിരിക്കും. അപ്പൊ സമരങ്ങൾ ആവശ്യമാണ്, സമരമുറകൾ ആവശ്യം തന്നെയാണ്. അത് ചെയ്തെങ്കിൽ തന്നെ റോഡാണെങ്കിലും കോളാണെങ്കിലും വീടാണെങ്കിലും ഒക്കെ നന്നാവുള്ളൂ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതെ, അല്ല അത് വേണം തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷെ അപ്പോഴും ആ ചേച്ചിനെ ഫുള്ളായിട്ട് കുറ്റം പറയാൻ എനിക്ക് കഴിയില്ല. കാരണം അവിടുത്തെ അവരുടെ വികാരം എന്താണെന്ന് നമ്മളെ റോഡില് നിരന്തരമായിട്ട് നമ്മൾ ഇങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കാൻ നന്നാക്കാതെ അപ്പൊ നമ്മളൊരു പ്രതിഷേധം നടത്തും. സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു പ്രതിഷേധം വരും. അല്ല, പ്രതിഷേധത്തിനെതിരല്ല ഈ പറയണത്. ഞാൻ അവിടുത്തെ വികാരം മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. പ്രതിഷേധം പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നടത്തിയിട്ട് കാര്യമല്ല. ഓഫ് കോഴ്സ് സമരം സപ്പോർട്ട് ചെയ്യുന്നു ഓൾറെഡി പറഞ്ഞു. സമരത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഒരു മനുഷ്യനെ എതിർക്കാൻ ഉണ്ടാവുന്ന സാഹചര്യം ഇന്ന കാര്യങ്ങളാണെന്ന് പറയുന്നത്. വിശ്വാസമില്ലായ്മ വരുമ്പോഴാണ് എതിർക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ചേച്ചി വേറെ അവിടെ ആദ്യമായിട്ട് നടക്കുന്ന ഒരു സമരമാണ്. ഇതൊരു 10ാമത്തെ സമരമാണെങ്കിലും പക്ഷെ ആദ്യമായിട്ടാണ്. ഒരു ഉറപ്പില്ല ആണ്. റോഡ് ഉപരോധം അവിടെ ആദ്യമായിട്ടാണ് നടക്കുന്നത്. പക്ഷെ വേറൊരു കാര്യം അവിടെ, ഈ റോഡ് ഉപരോധം തന്നെ 10ാമത്തെ റോഡ് ഉപരോധം നടക്കുമ്പോൾ റോഡായിട്ട് നന്നാവണമില്ല എന്ന നിരന്തര റോഡ് ഉപരോധം വരികയാണെങ്കിൽ ഓക്കെ. അത് അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ കൊണ്ട് ഉപകാരമല്ല റോഡ് നന്നാക്കുന്നില്ല എന്ന ഉപരോധം ഉണ്ട് എന്ന അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഓക്കെ. അപ്പൊ എന്താണെങ്കിലും റോഡ് വേഗം നന്നായി കൊടുക്കുക, റോഡ് പറയാനുള്ളൂ. ജനങ്ങളുടെ ആവശ്യമാണ് റോഡും വീടും
കുളങ്ങളൊക്കെ റോഡിന്റെ കാര്യത്തിൽ സർക്കാരുകളാണെങ്കിലും താഴെയുള്ള തദ്ദേശ സ്വയംഭരണ നിൽക്കുന്ന പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല ഒക്കെ ആണെങ്കിലും പ്രസിഡന്റുമാർ, സെക്രട്ടറിമാരൊക്കെ 100 നിയമങ്ങളാണ്. ഒരു സ്ഥലത്ത് നിന്ന് സാങ്ഷൻ കിട്ടിയാലും മറ്റു തരത്തിൽ തടസ്സപ്പെടുന്ന അവസ്ഥ ഉണ്ട്. അത് ഒന്ന് ക്ലിയർ ആയി കിട്ടിയാൽ തന്നെ കുറെയൊക്കെ ശരിയാവും. അപ്പൊ എന്താണെങ്കിലും വേറെ റെഡി ആക്കി കൊടുക്കും ചേച്ചി അല്ലെങ്കിൽ സീനാണ്.